ലാസ്റ്റ് വീഡിയോയിൽ സസ്പെൻസ് പൊളിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയതാ. പിന്നെ ഇതിലോട്ട് തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 കിലോ കേക്കിന്റെ ബേസ് ആണ് ഞാൻ ആ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ കേക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 3 kg കേക്കും 2 1 kg കേക്കും വെച്ചിട്ടാണ് ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തത്. 3 kg കേക്കിന്റെ ടിൻ സൈസ് വരുന്നത് 12-15 ഇഞ്ച് സൈസാണ്. അതേപോലെ തന്നെ 1 kg ഞാൻ 8 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് 12ന്റെ 2 എണ്ണം, അപ്പോൾ 24 ഇഞ്ച് പ്ലസ് 8 കൂടി കൂട്ടുമ്പോൾ 32 ഇഞ്ചാണ് കേക്കിന്റെ സൈസ് ലെങ്ത് വരുന്നത്. അതേപോലെ ബ്രെഡ്ത്ത് ആണെങ്കിൽ 15. ഇത് ഞാൻ സൈസ് പറയുന്നത് ബേക്കേഴ്സിന് ഇത്തിരി ഒന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബേസ് സെലക്ട് ചെയ്യുമ്പോൾ 32-15 ആ ഒരു ലെങ്ത്തിന്റെ കൂടെ 32യുടെ കൂടെ ഒരു 6 ഇഞ്ചെങ്കിലും ഞങ്ങൾ കൂട്ടിയിട്ട് വേണം ബേസ് എടുക്കാനായിട്ട്. അതേപോലെ 15ന്റെ കൂടെ ഒരു 4 ഇഞ്ച്, അപ്പോൾ 20 ബ്രെഡ്ത്തും അതേപോലെ തന്നെ മാക്സിമം ഒരു 40 ഇഞ്ച് ലെങ്ത്തും വരുന്ന ഒരു ബേസ് ആണ് ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സ് ടീച്ചറുടെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. മാത്സ് ടീച്ചർ ഒരു 8 ബാച്ചസിനെ ആ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ 8 ബാച്ചസിന്റെ ആ ഡിവിഷൻസും കൂടി ഒന്ന് എഴുതണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം എഴുതി കേക്കിന്റെ വിഷസ് എഴുതി. പിന്നെ അതേപോലെ തന്നെ മാത്സ് ടീച്ചർക്ക് ആയതുകൊണ്ട് തന്നെ മാത്സിന്റെ ഇൻസ്ട്രുമെന്റൽ ബോക്സിന്റെ എല്ലാ ഐറ്റംസും, ഈ പെൻസില്, കോമ്പസ്, ഡിവൈഡർ, സെറ്റ് സ്ക്വയേഴ്സ്, സ്കെയില്, പൊട്രാക്ടേഴ്സ്, പിന്നെ ഒരു സ്ക്വയർ റൂട്ട് കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ മിസ്സിന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് ആ ഫ്രണ്ടില് പൈയുടെ വാല്യൂ എഴുതണം എന്നുള്ളത്. അതായിരുന്നു കേട്ടോ ഇത്തിരി ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞങ്ങളിങ്ങനെ ലൂസായി കൈ എയറിൽ പിടിച്ച പോലെയാണ് ഞങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആ എഴുതുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് കൈ നല്ലോണം കഴിച്ചു. ഞാനത് 4 സൈഡിലും എഴുതാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 3 സൈഡായപ്പോൾ തന്നെ ക്രീം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു. പിന്നെ ഞാൻ അത്രയും വെച്ച് നിർത്തിയതാണ്. അപ്പോൾ 3 സൈഡിലും ഞാൻ ആ പൈയുടെ വാല്യൂ അങ്ങനെ ചുറ്റി, കാരണം ഇൻഫിനിറ്റ് അല്ലേ പൈയുടെ വാല്യൂ. അപ്പം ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാലോ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് എഴുതി പോയതാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ ഇത് ഓട്ടോയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അത്രയും ലെങ്ത് ഉണ്ടായിരുന്നു. ഓട്ടോയിൽ കയറ്റണമെങ്കിൽ പോലും ബുദ്ധിമുട്ടായിരുന്നതിന്. അപ്പം ഞങ്ങൾ ബ്രദർ പറഞ്ഞു ഞങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്തത്. പിന്നെ ഞാനും ബ്രദറും കൂടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ വീഡിയോ എടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മോളായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കൊണ്ടുപോയി ഞങ്ങൾ ഡെലിവറി ഒക്കെ ചെയ്തു. ടീച്ചറും നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ ഫംഗ്ഷന് വന്ന എല്ലാവരും നല്ല അപ്രിസിയേഷൻ തന്ന ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണേ. കമന്റ് എന്താന്ന് വെച്ചാൽ എഴുതണം കേട്ടോ. താങ്ക്